തൃശ്ശൂർ ജില്ലയിലെ കുറാഞ്ചേരിയിലുണ്ടായ ഒരു മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്നാണ് കടാവർ ഡിറ്റക്ഷൻ ഡോഗുകളെ പരിശീലിപ്പിക്കുന്നതിന് പോലീസ് അക്കാദമി തീരുമാനമെടുത്തത്. അന്നും മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുക്കാൻ ദിവസങ്ങളോളം നീണ്ടുനിന്നു. അന്ന് അവിടുത്തെ വടക്കാഞ്ചേരി CI ഫോണിൽ വിളിച്ച് ഈ ട്രാക്കർ ഡോഗുകൾ ഉപയോഗിച്ച് മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന മൃതദേഹം കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കഴിയില്ല എന്നും, തുടർന്നാണ് നമ്മൾ ഈ കടാവർ ഡിറ്റക്ഷൻ ഡോഗിൻ്റെ ഒരു പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാരംഭ നടപടികൾ കുറിക്കുന്നത്. 2020-21 കാലയളവിലാണ് നമ്മൾ കടാവർ ഡിറ്റക്ഷൻ ഡോഗുകളുമായിട്ട് പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം കേരള പോലീസ് അക്കാദമിയിലെ കേരള പോലീസിനെ പ്രതിനിധീകരിച്ച് നാഷണൽ വർക്ക്ഷോപ്പിൽ നമുക്ക് കടാവർ ഡിറ്റക്ഷൻ ഡോഗുമായി ബന്ധപ്പെട്ടൊരു പ്രബന്ധം അവതരിപ്പിക്കാനും അതിനെ തുടർന്ന് NDRF പോലുള്ള സംഘങ്ങൾക്ക് ഇത് കടാവർ ഡോഗുകളുടെ ഒരു കൃത്യത, കടാവർ ഡോഗുകളുടെ ഒരു ഉപയോഗക്ഷമത മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ NDRF പോലുള്ള സംഘങ്ങൾ ഈ കടാവർ ഡിറ്റക്ഷൻ ഡോഗുകളെ പരിശീലിപ്പിക്കാനും അതിനെ ഡിപ്ലോയ് ചെയ്യാനും ആരംഭിച്ചത്. ഇവിടെയുള്ളത് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന 3 മാസത്തെ പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കോഴ്സിലെ കനൈൻ ഫോറൻസിക് സർട്ടിഫിക്കറ്റ് കോഴ്സിലെ 2 കടാവർ ഡോഗുകളാണ്. ഈ കാണുന്നത് ബെൽജിയം മാൽനോസ് വിഭാഗത്തിൽപ്പെട്ട ലിൻഡ എന്ന് പറയുന്ന ഡോഗാണ്. ഇവൾ ഫീമെയിൽ ഡോഗാണ്. ഇവൾക്ക് ഏതാണ്ട് 10 മാസത്തോളം പ്രായമേ ആയിട്ടുള്ളൂ. ഇവൾ കടാവർ ഡിറ്റക്ഷൻ ഡോഗിലാണ് പരിശീലനം കൊടുക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് കടാവർ ഡിറ്റക്ഷൻ അവൾ ചെയ്തു തുടങ്ങി. അടുത്തത് ഈ ഡോഗ് ഇന്ത്യൻ ബ്രീഡായ രാജപാളയമാണ്. രാജപാളയത്തെ ഇന്ത്യൻ ബ്രീഡിനെ നമ്മൾ കടാവർ ഡിറ്റക്ഷൻ പോലുള്ള പരിശീലന പദ്ധതികളിലേക്ക് ഉപയോഗിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ടെറിട്ടറി, ഇന്ത്യൻ സിനാരിയോയിൽ ഇത്തരം ഡോഗുകളെ കുറേ കൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം ഡോഗുകളെ ഈ കടാവർ ഡിറ്റക്ഷൻ ഡോഗിനായിട്ട് പരിശീലിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്നത് സെൻറ്റ് ഇംപ്രിൻറ്റഡ് കിറ്റാണ്. അതായത് കോപ്സ് സെൻറ്റ്, പൗഡർ രൂപത്തിലുള്ളതും ലിക്വിഡ് രൂപത്തിലുള്ളതുമുണ്ട്. ആ ലിക്വിഡ് രൂപത്തിലുള്ളതാണ് ഇപ്പോൾ തൽക്കാലം നമ്മളോട് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ചെറിയൊരു ആംബ്യൂൾ പൊട്ടിച്ച് അത് പഞ്ഞിയിൽ മുക്കി ചെറിയ 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 ഉരുളകളാക്കി അത് നമ്മൾ ഒളിപ്പിച്ച് വെച്ച് അതിൽ മണം കൊടുത്ത് കണ്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോഡി ഡീക്കേ ആവുന്നതിൻ്റെ, ഒരു മണ്ണിനടിയിൽ പെട്ട് കിടന്നിട്ടോ അല്ലെങ്കിൽ മരിച്ചത് പോയതിന് ശേഷം ഒരു ബോഡി ഡീക്കേ ആവുന്നതിൻ്റെ സ്മെല്ലാണ് ഈ പറയുന്ന ആംബ്യൂളിലുള്ളത്, ആ ലിക്വിഡിലുള്ളത്. ആ ലിക്വിഡ് വളരെ കോസ്റ്റ്ലിയാണ്. എന്നിരുന്നാലും നമ്മളത് പഠിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മളത് പരിശീലനം തുടരുന്നത്. കടാവർ ഡോഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഓടി വരുന്നത് ശവങ്ങൾ കണ്ടെടുക്കുന്ന ഡോഗ്സ് എന്നാണ്. കടാവർ ഡോഗ്സിന് വലിയൊരു സാധ്യതയാണ്. വെറും ശവങ്ങൾ കണ്ടെടുക്കുന്ന ഡോഗ്സ് എന്നതിലുപരി വലിയൊരു സാധ്യതയുണ്ട് ക്രൈം ഡിറ്റക്ഷൻ ഡോഗ്സ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ ഒരു ഭാര്യയെ കൊന്നിട്ടിരുന്നു, എവിടെ കുഴിച്ചിട്ടിരുന്നു എന്നറിയത്തില്ല. അത് കണ്ടെടുക്കാനായിട്ട് ഇപ്പോൾ കടാവർ ഡോഗ്സാണ് വന്ന് തെളിവുണ്ടാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ ശ്മശാനങ്ങൾ, ബെറിയൽ ഗ്രേവ്സുകൾ എവിടെയാണെന്ന് കണ്ടെടുക്കാനായിട്ട് HRDDA ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു വിശാലമായൊരു സാധ്യതകളാണ് കടാവർ ഡോഗ്സിനുള്ളത്. ഇപ്പോൾ കടാവർ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹ്യൂമൻ കടാവറൈന് വെച്ച് കടാവറൈൻ എന്ന ഒരു മണത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ കടാവർ ഡോഗ്സ് വർക്ക് ചെയ്യുന്നത്. അത് ഹ്യൂമൻ സെൻറ്റും വെച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്യൂഡോസെൻസും നമ്മൾ കളക്ട് ചെയ്തിട്ട് സ്യൂഡോസെൻസ് വെച്ചും കടാവർ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഇതിപ്പം 2 ആണെങ്കിലും കടാവർ ഡോഗ്സ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം കടാവർ ഡോഗ്സിന് ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 മാസക്കാലമാണ് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ്. നമ്മുടെ തൃശ്ശൂർ ദുരന്തം, അതേപോലെ ആന്ധ്രാപ്രദേശിലെ, വയനാട്ടിലെ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടാണ് നമ്മുടെ കടാവർ ഡോഗ്സിനെ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത്. അതറിഞ്ഞിട്ടാണ് വെളിയിൽ നിന്ന് NDRF ഇവിടെ വന്ന് കോഴ്സ് ചെയ്തു പോയി. ഇപ്പോൾ NDRFൻ്റെ 20 ദിവസത്തെ അവർ അഡ്വാൻസ് കോഴ്സ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. കടാവർ ഡോഗ്സ് വേഴ്സസ് സയൻറ്റിഫിക് ഡിവൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡിവൈസ് അത് ഇൻഡിക്കേറ്റ് ചെയ്യണം, അത് കളക്ട് ചെയ്യണം, ആ സാമ്പിൾസ് കളക്ട് ചെയ്യണം, അവിടെ വെച്ച് അത് കുറേ നേരം പ്രോസസ്സ് എടുത്തതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് ഒരു റിസൾട്ട് വരുന്നത്. പക്ഷേ ഡോഗ്സ് എന്ന് പറയുന്നത് അത് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്ത് അവിടെ വെച്ച് കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥലം മാത്രം, നമ്മൾ ഈ വാസ്റ്റ് ഏരിയ കിടന്ന് നോക്കേണ്ട കാര്യമില്ല. ഡോഗിനെ വിട്ട് കഴിഞ്ഞാൽ ഡോഗ് അവിടെ ഇൻഡിക്കേറ്റ് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം നോക്കിയാൽ പ്രോപ്പറായിട്ട് അവിടെ തന്നെ കാണും സാധനം. ഇപ്പോൾ കടാവർ ഡോഗ്സിൻ്റെ എല്ലായിടത്തും, ഇപ്പോൾ വിദേശങ്ങളിലായാലും ഇവിടെ ആണെങ്കിലും കടാവർ ഡോഗ്സിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രീയ പരിശോധനയിലും 93% കടാവർ ഡോഗ്സിൻ്റെ സക്സസ് റേറ്റുകൾ. കടാവർ ഡോഗ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ എങ്ങനെയായാലും ഒരു നോർമൽ കാലാവസ്ഥയിൽ അല്ല ഈ കടാവറുകൾ ഉണ്ടാകുന്നത്. കടാവർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഡോഗ് പോകേണ്ടത് നോർമൽ കണ്ടീഷനിലല്ല. അപ്പോൾ അതേപോലുള്ള കണ്ടീഷനിൽ വെച്ച് തന്നെയാണ് അവരെ ട്രെയിൻ ചെയ്ത് ഇറക്കി വിടുന്നത്. അപ്പോൾ അവർക്ക് വെതർ കണ്ടീഷനിങ് ഒന്നും ഒരു വിഷയമാവുന്നില്ല. യെസ് എന്നും പറഞ്ഞ് ആ ഒരു അലേർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ചുറ്റലും. കാരണം
അവർ ആ ട്രെയിനിങ് ഭയങ്കര ആസ്വദിച്ചാണ് ചെയ്യുന്നത്, ഒരിക്കലും സ്ട്രെസ്സായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വർക്കായാലും അവരുടെ ലൈഫിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന പ്രക്രിയയായിട്ടാണ് അവർ ആ വർക്കിനെ കാണുന്നത്. ട്രെയിനിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് ഏജ് എന്ന് പറയുന്നത് ഒരു 3 മാസം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ചെറുതിലെ തന്നെ അവരെ നമ്മളത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം പാടാണ്. കാരണം അവരുടെ ബാക്കിയുള്ള സ്വഭാവങ്ങളെല്ലാം ഓണായി കഴിഞ്ഞു. ഇപ്പം സ്വാഭാവികമായിട്ടുള്ള അവർക്ക് ഇപ്പോൾ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകാനും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം ഓണായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പഠിപ്പിച്ചെടുക്കുമ്പോൾ ഒരു 3 മാസത്തിൽ 3 മാസം എന്ന് പറയുന്ന അവർ എപ്പോഴും അതിൻ്റെ ഹാൻഡ്ലേഴ്സിനെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നടക്കുന്ന ഓണേഴ്സിനെ, അവർ കൊടുക്കുന്ന ടോയ്, അവർ കൊടുക്കുന്ന കളികളായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ അവർ പല കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഒരു 3 മാസത്തിൽ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വലിയ ആയാസമില്ലാതെ അത് നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും.